അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നാം 22ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാതിരിക്കലാണ് ഉത്തമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം ചെയ്യലാണ് ഉത്തമം എന്നുള്ള ആ ഒരു പ്രയോഗമാണ് പഠിച്ചിരുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ അതിൻ്റെ നേരെ നെഗറ്റീവ് ഫോമാണ് ചെയ്യാതിരിക്കലാണ് ഉത്തമം എന്നതിനെ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, കാസർഗോഡ് സമസ്തയുടെ 100ാം വാർഷികം ചരിത്ര സമ്മേളനം നടക്കുകയാണല്ലോ. ആ ദിവസം അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി കേരളവും അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളുമൊക്കെ ഒഴുകുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഞായറാഴ്ച അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും ട്രാഫിക്കും മറ്റുമൊക്കെ. അപ്പോൾ നമുക്ക് പറയുകയാണ്, കാസർകോട്ടേക്ക് പോകാൻ, കുനിയയിലേക്ക് പോകാൻ ഞായറാഴ്ച രാവിലെ വരെ കാത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്, നേരത്തെ പോകലാണ് നല്ലത് എന്നൊരാശയം പ്രതിഫലിപ്പിക്കേണ്ടി വരും നമുക്ക്. കാസർകോട്ടേക്ക് പോകാൻ നമ്മൾ ഞായറാഴ്ച രാവിലെ വരെ വെയിറ്റ് ചെയ്യാതിരിക്കലാണ് നല്ലത്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക്, അതിൻ്റെ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സിമ്പിളായ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ ലളിതമാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഉപയോഗിക്കുക, ദെൻ ഹാഡ് ബെറ്റർ എന്നതിന് ശേഷം നോട്ട്. അപ്പോൾ ഹാഡ് ബെറ്റർ നോട്ട് എന്ന് മധ്യത്തിൽ ചേർക്കുക. മൂന്നാമത് വെർബ് ഉപയോഗിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ സെൻറ്റൻസ് വളരെ നിഷ്പ്രയാസം പറയാൻ സാധിക്കും. നമുക്ക് കാസർകോട്ടേക്ക് പോകാൻ ഞായറാഴ്ച രാവിലെ വരെ വെയിറ്റ് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് നാം പറയുന്ന ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അവസാനം വായിക്കാം. അതിൻ്റെ മുമ്പ് ഏതാനും മറ്റു സെൻറ്റൻസുകൾ കൂടെ നോക്കാം. അവൾ ഇവിടെ നിൽക്കാതിരിക്കലാണ് നല്ലത്. ഫസ്റ്റ് സബ്ജക്റ്റ് ഷീ കൊടുത്തു, ദെൻ ഹാഡ് ബെറ്റർ നോട്ട്, ദെൻ വെർബ് സ്റ്റാൻഡ്, നിൽക്കുക എന്നതിന്. അപ്പോൾ ഷീ ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റാൻഡ് ദർ, ഷീ ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റാൻഡ് ഹിയർ. അവൾ ഇവിടെ നിൽക്കാതിരിക്കലാണ് നല്ലത്. അവൾ ആ പാട്ട് പാടാതിരിക്കലാണ് നല്ലത് എന്നെങ്ങനെ പറയും? ഷീ ഹാഡ് ബെറ്റർ നോട്ട് സിങ് ദാറ്റ് സോങ്. അവൾ ആ പാട്ട് പാടാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കുന്നു, ദെൻ ഹാഡ് ബെറ്റർ നോട്ട് കൊടുക്കുന്നു, ദെൻ വെർബ് കൊടുക്കുന്നു മൂന്നാമത്. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം എന്ത് വാക്കാണോ വേണ്ടത് എങ്കിൽ അതിനെയെല്ലാം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അടുത്ത ഉദാഹരണത്തിലേക്ക് പോകുകയാണെങ്കിൽ, വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റാർട്ട് എ ഷോപ്പ് ദർ. നമ്മൾ അവിടെ ഒരു കട തുടങ്ങാതിരിക്കലാണ് നല്ലത്. വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റാർട്ട് കാരണം തുടങ്ങുക, അതിനുള്ള വർബാണ്. വി ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുത്തു, ദെൻ ഹാഡ് ബെറ്റർ നോട്ട് കൊടുത്തു, പിന്നെ സ്റ്റാർട്ട് കൊടുത്തു. വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാതിരിക്കലാണ് നല്ലത്. എ ഷോപ്പ്, ഒരു കട, ദർ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കട തുടങ്ങാതിരിക്കലാണ് നല്ലത് എന്നതിന് നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. ഫാസില ഹാഡ് ബെറ്റർ നോട്ട് സെലക്ട് ദാറ്റ് കോഴ്സ്. ഫാസിലാക്ക് ആ കോഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കലാണ് നല്ലത്. ഈ രൂപത്തിൽ നമുക്ക് സെൻറ്റൻസുകളെ കൊണ്ടുവരാം. അടുത്ത മറ്റൊരു ഉദാഹരണം, വി ഹാഡ് ബെറ്റർ നോട്ട് മിസ് ദാറ്റ് ബസ്. ആ ബസ് നമുക്ക് മിസ്സാക്കാതിരിക്കലാണ് നല്ലത്. ആ ട്രെയിൻ നമുക്ക് മിസ്സാക്കാതിരിക്കലാണ് നല്ലത്. അതിൽ ദാറ്റ് ബസ്, ദാറ്റ് ട്രെയിൻ എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് ആ വാചകത്തിൻ്റെ അവസാനം ചേർത്ത് കൊടുക്കാതെ എഴുതിയിട്ടില്ല. വി ഹാഡ് ബെറ്റർ നോട്ട് മിസ് എന്ന് വരെ എഴുതിയിട്ടുണ്ട്. മിസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക എന്നുള്ള ആ ഒരു ആശയത്തിനുള്ള വെർബാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ദാറ്റ് ട്രെയിനോ ദാറ്റ് ബസ് എന്നോ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ബസ് മിസ്സാക്കാതിരിക്കലാണ് നല്ലതെന്നുള്ള അർത്ഥം കിട്ടും. ഇനി അടുത്തത്, നമ്മുടെ ഈ പാഠത്തിൻ്റെ കാച്ചിങ് ഉദാഹരണമായിട്ടുള്ള സമസ്തയുടെ സമ്മേളനത്തെ കൂടി ഒന്ന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഈ പാഠത്തിലെ മുഖ്യ ആകർഷകമായിട്ടുള്ള ഉദാഹരണത്തിലേക്ക് വരാം. വി ഹാഡ് ബെറ്റർ നോട്ട് വെയിറ്റ് അണ്ടിൽ സൺഡേ മോർണിംഗ് ടു ഗോ ടു കുനിയ. കുനിയയിലേക്ക് പോകാൻ ഞായറാഴ്ച രാവിലെ വരെ വെയിറ്റ് ചെയ്യാതിരിക്കലാണ് നമുക്ക് നല്ലത്. ഫസ്റ്റ് സബ്ജക്റ്റ് വി കൊടുത്തു, ദെൻ ഹാഡ് ബെറ്റർ നോട്ട് കൊടുത്തു, ദെൻ മൂന്നാമത് വെർബ് കൊടുത്തു, വെയിറ്റ് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നുള്ള അർത്ഥം കിട്ടി. അണ്ടിൽ സൺഡേ മോർണിംഗ്, ഞായറാഴ്ച രാവിലെ വരെ. അണ്ടിൽ എന്നതിന് വരെ എന്നുള്ള അർത്ഥമാണ്. ടു ഗോ പോവാൻ, ടു കുനിയ, കുനിയയിലേക്ക് പോകാൻ. അപ്പോൾ കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. കുനിയയിലേക്ക് പോവാൻ ഞായറാഴ്ച രാവിലെ വരെ കാത്തു നിൽക്കാതിരിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നേരത്തെ പോകലാണ് നല്ലത് എന്നുള്ളൊരാശയം നമുക്കവിടെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പോകലാണ് നല്ലത് എന്ന് നമുക്കതിനെ പറയുകയും ചെയ്യാം. വി ഹാഡ് ബെറ്റർ
ഗോ ടു കുനിയ ഏളി. കുനിയയിലേക്ക് നമ്മൾ നേരത്തെ പോവലാണ് നല്ലത് എന്നതിനെ നമ്മുടെ കഴിഞ്ഞ പാഠം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആശയം പറയുകയും ചെയ്യാം. ഇവിടെ നമ്മൾ പഠിച്ചത് ചെയ്യാതിരിക്കലാണ് ഉത്തമം, ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നുള്ള ഒരു ആശയമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം വളരെ കൃത്യമാണ്, വളരെ ക്ലിയർ ആണ്. ഒരു കാര്യം ചെയ്യാതിരിക്കലാണ് ഉത്തമം, നല്ലത് എന്നതിനെ നാം പറയാൻ വേണ്ടി ഈ ഒരു വേർഡ് ഓർഡറിനെയാണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹാഡ് ബെറ്റർ നോട്ട്. ഹാഡ് ബെറ്ററിൻ്റെ നെഗറ്റീവ് ഫോമായിട്ട് ഹാഡ് ബെറ്റർ നോട്ട് ഉപയോഗിക്കുക. ദെൻ മൂന്നാമതൊരു വെർബ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ സ്ട്രക്ചർ, ഈ ഒരു മനോഹരമായ ആശയം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പാഠം നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക.